എല്ലാവർക്കും നമസ്കാരം. ജൂലൈ 20-ന് ഡൽഹിയിലെ ജന്തർ മന്ദറിൽ നടന്ന സൻസദ് ചലോ പ്രതിഷേധത്തിനിടെ റാപ്പിഡ് ആക്ഷൻ ഫോഴ്സ് വിദ്യാർത്ഥികൾക്ക് നേരെ പെല്ലറ്റ് ഗണ്ണുകൾ ഉപയോഗിച്ചു എന്നുള്ള ഒരു ആരോപണം രാജ്യമെമ്പാടും ചർച്ചയായി എന്ന് നമുക്കറിയാം. ഇന്നലെ ഈ വിഷയം സുപ്രീം കോടതിയിൽ എത്തിയപ്പോൾ എന്താണ് സംഭവിച്ചത് എന്നതിനെക്കുറിച്ച് നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ കാര്യമായി റിപ്പോർട്ട് ചെയ്തിട്ടില്ല. കൂടാതെ RIFന്റെ ഇൻറ്റേർണൽ എൻക്വയറിയിൽ എന്താണ് കണ്ടെത്തിയത് എന്നതിനെക്കുറിച്ചും നമ്മൾ അറിയേണ്ടതുണ്ട്. ഒരു കാര്യം ആദ്യമേ പറയാം. സുപ്രീം കോടതി ഈ പെല്ലറ്റ് ഗണ്ണിൻ്റെ ഉപയോഗം അനുചിതമാണ് എന്ന് കണ്ടെത്തിയിട്ടില്ല. കോടതി അത് നിരോധിച്ചിട്ടുമില്ല. കോടതി ചെയ്തത് എന്താണ് എന്നും RIFന്റെ ഇൻറ്റേർണൽ എൻക്വയറിയിൽ എന്താണ് അവർ കണ്ടെത്തിയത് എന്നതിനെക്കുറിച്ചും വിശദമായി പരിശോധിക്കുകയാണ് ഈ വീഡിയോയിൽ നോക്കാം. നമുക്കറിയാം, ജൂലൈ 20-ന് കോക്രോച്ച് ജനതാ പാർട്ടി സംഘടിപ്പിച്ച പാർലമെൻറ്റ് മാർച്ചിലാണ് ചോദ്യപേപ്പർ ചോർച്ചയുടെ വിഷയത്തിലാണ് ഈ പ്രതിഷേധമുണ്ടായത്. ജന്തർ മന്ദറിൽ പ്രതിഷേധിച്ചവർക്ക് നേരെ RIF പെല്ലറ്റ് ഗണ്ണുകൾ ഉപയോഗിച്ചതായിട്ട് ആരോപണം അന്ന് തന്നെ ഉണ്ടായിരുന്നു. ഹർജി നൽകിയത് യശോവർദ്ധൻ ആസാദ് എന്ന വ്യക്തിയാണ്. ഇൻ്റലിജൻസ് ബ്യൂറോയുടെ മുൻ സ്പെഷ്യൽ ഡയറക്ടറാണ് അദ്ദേഹം. കൂടാതെ വിവരാവകാശ നിയമപ്രകാരമുള്ള മുൻ കേന്ദ്ര വിവരാവകാശ കമ്മീഷണറുമായിരുന്നു അദ്ദേഹം. ഇതുകൂടാതെ പ്രശാന്ത് കുമാർ സിംഗ്, ഷെയ്ഖ് ഇർഷാദ് മൻസൂരി എന്നീ 2 ഹർജിക്കാർ കൂടി വേറെയുണ്ട്. ഇതിൽ സിംഗിനും മൻസൂരിക്കും ലോഹ പെല്ലറ്റുകൾ ശരീരത്തിൽ തറച്ചതായി അവരുടെ ഹർജിയിൽ പറയുന്നുണ്ട്. ഇരുവരെയും ലേഡി ഹാർഡിഞ്ച് മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയ ചെയ്ത് പെല്ലറ്റുകൾ നീക്കം ചെയ്തു എന്ന് പറയുന്നു. സാഹിൽ ലോച്ചബ് എന്ന 19 വയസ്സുകാരൻ്റെ കണ്ണിന് ഗുരുതരമായ പരിക്കേറ്റതായിട്ടും ഈ ഹർജിയിൽ പറയുന്നുണ്ട്. ഈ ഹർജിയിൽ ഇവർ പറയുന്ന പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കണം. ഒന്നാമത്, സാധാരണക്കാരായ പ്രതിഷേധക്കാരെ പിരിച്ചുവിടാൻ ലോഹ പെല്ലറ്റ് ഗണ്ണുകൾ ഉപയോഗിക്കുന്നത് പൂർണ്ണമായി നിരോധിക്കണം എന്നാണ് ഇവർ പറയുന്നത്. രണ്ടാമത്, ഈ സംഭവത്തിൽ പരിക്കേറ്റ എല്ലാവർക്കും നഷ്ടപരിഹാരവും പൂർണ്ണമായിട്ടുള്ള ചികിത്സയും പുനരധിവാസവും ഉറപ്പാക്കണം എന്ന് പറയുന്നുണ്ട്. RIFന്റെ വെടിവെപ്പിലൂടെ ഉണ്ടായിരിക്കുന്ന പരിക്ക് പൊതു നിയമപ്രകാരമുള്ള നഷ്ടപരിഹാരത്തിന് അർഹത നൽകുന്നുണ്ട് എന്നുള്ളതാണ് ഇവരുടെ ഹർജിയിലെ പ്രധാനപ്പെട്ട വാദം. അതിനുവേണ്ടി അവർ BNSLA സെക്ഷൻ 148, 2020 യുണൈറ്റഡ് നേഷൻസ് പുറത്തിറക്കിയിരിക്കുന്ന ലെസ് ലീഗൽ ആയുധങ്ങൾ ഉപയോഗിക്കുന്ന സമയത്ത് എന്തൊക്കെ മാർഗനിർദ്ദേശങ്ങളാണ് അതിൽ സ്വീകരിക്കേണ്ടത് എന്നതിനെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ, കൂടാതെ പുട്ടസ്വാമി കേസ്, DK ബസു കേസ് തുടങ്ങിയ പല സുപ്രധാന കേസുകളിലെ വിധിന്യായങ്ങളെല്ലാം തന്നെ ഇവർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. പെല്ലറ്റ് ഗണ്ണുകൾ അത് ഉപയോഗിക്കപ്പെടുമ്പോൾ അതിൻ്റെ ദിശ പ്രവചനാതീതമാണ് എന്നും അതുകൊണ്ട് തന്നെ ആൾക്കൂട്ട നിയന്ത്രണത്തിന് ലെസ് ഫോഴ്സ് എന്നുള്ള മാനദണ്ഡത്തിൽ ഇതിനെ ഒതുക്കി നിർത്താൻ കഴിയില്ല എന്നുമാണ് ഇവരുടെ വാദം. ഹർജിയിൽ ഒരു പ്രധാന വസ്തുത അവർ പരാമർശിക്കുന്നുണ്ട്. അതായത്, ഒരു വാർത്താ റിപ്പോർട്ട് പ്രകാരം RIFന്റെ ലോഗ് ബുക്കിൽ ജൂലൈ 20-ന് 7 റൗണ്ട് പെല്ലറ്റ് വെടിവെപ്പ് നടന്നതായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നും അതുകൊണ്ട് തന്നെ RIF ഒരു ഇൻറ്റേർണൽ എൻക്വയറിക്ക് ഉത്തരവിട്ടിട്ടുണ്ട് എന്നും ഹർജിയിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഇൻറ്റേർണൽ എൻക്വയറിയിൽ എന്താണ് കണ്ടെത്തിയത് എന്നതിനെക്കുറിച്ചും നമ്മൾ അറിയേണ്ടതുണ്ട്. ഈ കേസ് പരിഗണിച്ചത് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്, ജസ്റ്റിസുമാരായിട്ടുള്ള ജോയ് മല്യ ബഗ്ചി, V മോഹന എന്നിവരടങ്ങിയിരിക്കുന്ന 3 അംഗ ബെഞ്ചാണ്. ഹർജിക്കാർക്കായി ഹാജരായ അഡ്വക്കേറ്റ് വൃന്ദ ഗ്രോവർ വാദം അവതരിപ്പിച്ചപ്പോൾ ജസ്റ്റിസ് ബഗ്ചി വളരെ വ്യക്തമായി പറഞ്ഞത് അപൂർവമായ സാഹചര്യങ്ങളിൽ പെല്ലറ്റ് ഗണ്ണുകൾ ഉപയോഗിക്കാനായി ചട്ടം പോലീസിനെ അനുവദിക്കുന്നുണ്ട് എന്നാണ്. അതുകൊണ്ട് ആ ചട്ടങ്ങൾ തന്നെ ചോദ്യം ചെയ്യാതെ ഇതിൻ്റെ ഉപയോഗം നിരോധിക്കണം എന്നുള്ള ആവശ്യം അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. ഘട്ടം ഘട്ടമായിട്ടുള്ള സമീപനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പെല്ലറ്റ് ഗണ്ണിൻ്റെ ഉപയോഗത്തിലേക്ക് എത്തുന്നത്. അതായത് ഒരു ഗ്രേഡഡ് അപ്രോച്ചാണ്. ആദ്യം തന്നെ ആരും പെല്ലറ്റ് ഗൺ ഉപയോഗിക്കില്ല. അങ്ങനെ ക്രൗഡ് കൺട്രോളിന് വേണ്ടി മറ്റ് യാഥാസ്ഥിതിക മാർഗ്ഗങ്ങൾ ഉപയോഗിച്ചിട്ട് അതിലൊന്നും തന്നെ ക്രൗഡിനെ കൺട്രോൾ ചെയ്യാൻ കഴിയുന്നില്ല എന്ന് വരുന്ന സമയത്ത് ഒരു ഗ്രേഡഡ് അപ്രോച്ചിൻ്റെ ഭാഗമായിട്ടാണ് പെല്ലറ്റ് ഗൺ ഉപയോഗിക്കുന്നത് എന്നും അത് പെർമിറ്റഡ് ആണ് എന്നുമാണ് ജസ്റ്റിസ് ബഗ്ചി ചൂണ്ടിക്കാട്ടിയത്. ഇവിടെ കൂടുതൽ വിശദീകരണം നൽകിയത് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് തന്നെയാണ്. അദ്ദേഹം പറയുന്നത്, അമിതമായിട്ടുള്ള ഉപയോഗമാണ് ആരോപിക്കുന്നത് എങ്കിൽ ഹർജിക്കാരുടെ ആവശ്യം പെല്ലറ്റ് ഗണ്ണുകൾ പൂർണ്ണമായി നിരോധിക്കണം എന്നതിന് പകരം കോടതി അതിൻ്റെ ഉപയോഗത്തിന് ഒരു വ്യക്തമായ പ്രോട്ടോകോൾ ഉണ്ടാക്കാനായി നിർദ്ദേശം നൽകണം എന്നുള്ളതായിരുന്നു എന്ന് പറയുന്നു. അതായത്, നിരോധനമല്ല, മറിച്ച് നിയന്ത്രണവും വ്യക്തതയുമാണ് ഇവിടെ സുപ്രീം കോടതി മുന്നോട്ട് വയ്ക്കുന്ന ഡയറക്ഷൻസ്. പെല്ലറ്റ് ഗണ്ണിനെ പൂർണ്ണമായി ബാൻ ചെയ്യുന്നതിന് വേണ്ടിയോ അതിൻ്റെ പ്രയോഗം നിയമവിരുദ്ധമാണ് എന്ന് പറയുന്നതിന് വേണ്ടിയോ സുപ്രീം കോടതി തയ്യാറായിട്ടില്ല. സുപ്രീം കോടതി ഇവിടെ ഒരു ഉദാഹരണം കൂടി കൊടുക്കുന്നുണ്ട്. കൊൽക്കത്തയിൽ വെടിയുണ്ട ലാഭിക്കാൻ വേണ്ടി പണ്ട് നെഞ്ചിന് നേരെ മാത്രം വെടിവെക്കണം എന്നൊരു ചട്ടമുണ്ടായിരുന്നു. അത് കോടതി റദ്ദാക്കിയിരുന്നു. അതേപോലെ പെല്ലറ്റിൻ്റെ ഉപയോഗം എങ്ങനെയാണ് ആർബിട്രറി ആണ് എന്ന് കാണിക്കുന്ന തരത്തിലുള്ള നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ് അത് ഹർജിക്കാർ ചൂണ്ടിക്കാട്ടണം. എന്നിട്ട് അതിൽ റിവിഷൻസ് കൊണ്ടുവരാനായിട്ട് കോടതിയോട് ആവശ്യപ്പെടണം എന്നാണ് പറഞ്ഞത്. ഇവിടെ അഡ്വക്കേറ്റ് ഗ്രോവർ മറുപടിയായി പറയുന്നത് തന്നെ താൻ പെല്ലറ്റ് ഗണ്ണുകൾ RIFന്റെ ആയുധപ്പുരയിൽ ഉണ്ടാകരുത് എന്ന് വാദിക്കുന്നില്ല എന്നും അത് ഉണ്ടാകാമെന്നും എന്നാൽ ഈ പ്രത്യേക സംഭവത്തിൽ മെറ്റൽ പെല്ലറ്റുകൾ ഉപയോഗിച്ചിരിക്കുന്നത് ശരിയല്ല എന്നും, കാരണം അത് ഹർജിക്കാരുടെ ശരീരത്തിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്, അത് ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുമാണ് അവർ പറയുന്നത്. അതായത് ആദ്യം ഈ പെല്ലറ്റുകളെല്ലാം തന്നെ പൂർണ്ണമായി നിരോധിക്കണം എന്ന് പറഞ്ഞിരുന്ന അഡ്വക്കേറ്റ്
പിന്നീട് അവരുടെ ആവശ്യം ലോഹ പെല്ലറ്റുകൾ ഉപയോഗിക്കരുത് എന്ന രീതിയിലത്തേക്ക് പരിമിതപ്പെടുത്തുകയും പെല്ലറ്റ് RAF ഉപയോഗിക്കുന്നതിൽ യാതൊരു വിധത്തിലുള്ള പ്രശ്നവും തനിക്കില്ല എന്ന രീതിയിലത്തേക്ക് തൻ്റെ ആർഗ്യുമെൻറ്റ് ചുരുക്കുകയും ചെയ്യുന്നുണ്ട്. ഇവിടെ ജസ്റ്റിസ് ബാഗ്ചി ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഒബ്സർവേഷൻ നടത്തുന്നുണ്ട്. വിദ്യാർത്ഥികളും മറ്റും നടത്തുന്ന യഥാർത്ഥ പ്രതിഷേധങ്ങളിൽ അക്രമരഹിതമായിട്ടുള്ള സമീപനത്തിന് കോടതി പൂർണ്ണമായിട്ടും ഒപ്പമാണെന്നും എന്നാൽ ഇത്തരം പ്രതിഷേധങ്ങളെ മറ്റുദ്ദേശങ്ങൾക്കായിട്ട് ഹൈജാക്ക് ചെയ്യുന്ന നടപടി അനുവദിക്കാൻ കഴിയില്ല എന്നും അദ്ദേഹം പറഞ്ഞു. ഇവിടെ നമ്മുടെ നാട്ടിലെ ചാനൽ ചർച്ചകളിൽ ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ ആദ്യം മുതൽ തന്നെ പറയുന്ന വാദം ഇതുതന്നെയാണ്. വിദ്യാർത്ഥികളുടെ ആവശ്യം ന്യായമാണ്, സമാധാനപരമായി പ്രതിഷേധിക്കാൻ അവർക്ക് ഭരണഘടന മൗലിക അവകാശം തന്നെ നൽകുന്നുണ്ട്. പക്ഷേ അതിൻ്റെ പേരിൽ പ്രശ്നമുണ്ടായിക്കഴിഞ്ഞാൽ, ഗുരുതരമായിട്ടുള്ള പൊതുമുതൽ നശിപ്പിക്കൽ അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് വളരെ ഗൗരവമുള്ള ഒരു പ്രശ്നമാണ്. അതെങ്ങനെയാണോ നേരിടേണ്ടത് അതേ രീതിയിൽ തന്നെ പോലീസിനും മറ്റ് സന്നാഹങ്ങൾക്കും നേരിടാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ജസ്റ്റിസ് ബാഗ്ചി പറയുന്നത് പോലീസിനെ ഇങ്ങനെ പെല്ലറ്റ് ഉപയോഗിക്കുന്ന തരത്തിലുള്ള സാഹചര്യങ്ങളിലേക്ക് കൊണ്ടുപോകേണ്ടി വരാത്ത വിധമുള്ള സമരമാർഗങ്ങളാണ് സജ്ജമാക്കേണ്ടത് എന്നാണ്. ഇവിടെ ജസ്റ്റിസ് ബാഗ്ചി തുടർന്ന് പറയുന്നുണ്ട്, സത്യസന്ധമായിട്ടുള്ള ഏതാവശ്യം മുൻനിർത്തിയിട്ട് നടത്തുന്ന പ്രതിഷേധവും ഇങ്ങനെ ഒരു മോബാണ് നടത്തുന്നത് എങ്കിൽ അത് ഏത് നിമിഷവും അക്രമാസക്തമാകാനുള്ള സാധ്യതയുണ്ട്. അതിലേക്ക് സാമൂഹ്യവിരുദ്ധ ശക്തികൾ നുഴഞ്ഞു കയറാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നിയമപാലന സേനയുടെ ഗ്രേഡഡ് ആയിട്ടുള്ള റെസ്പോൺസ് എന്ന് പറയുന്നത് പലപ്പോഴും ആവശ്യമായി വരും എന്ന രീതിയിലത്തേക്കാണ് ജസ്റ്റിസ് ബാഗ്ചി ഇതിനെ കാണുന്നത്. ഇവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് മറ്റൊരു കാര്യം, RAFൻ്റെ ഇൻറ്റേർണൽ എൻക്വയറിയെ പറ്റി ഹർജിക്കാർ തന്നെ പറയുമ്പോൾ ആ അന്വേഷണം എന്തായി, അവർ കണ്ടെത്തിയത് എന്താണ് എന്നതിനെക്കുറിച്ച് നമ്മൾ അറിയണം. അത് സാധാരണ RAF ഏത് സേനയുടെ ഭാഗമാണോ ആ മാതൃസംഘടന സ്വന്തം നിലയിൽ ഒരു ഇൻറ്റേർണൽ എൻക്വയറി നടത്താറുണ്ട്. അതിൽ ഇതുവരെ പുറത്തു വന്നിരിക്കുന്ന കണ്ടെത്തലുകൾ ശ്രദ്ധേയമാണ്. ഒന്ന്, ജൂലൈ 20 രാവിലെ 1 ഡസനിലധികം RAF ഉദ്യോഗസ്ഥർക്ക് പെല്ലറ്റ് ഗണ്ണുകൾ നൽകിയിരുന്നതായിട്ട് അവരുടെ അന്വേഷണത്തിൽ കണ്ടെത്തിയതായിട്ട് ഇപ്പോൾ റിപ്പോർട്ട് പുറത്തു വരുന്നുണ്ട്. 2, ജൂലൈ 23 മുതൽ RAF പെല്ലറ്റ് ഗണ്ണുകളുടെ ഉപയോഗം നിർത്തിവെച്ചതായിട്ടും റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ട്. മൂന്നാമത് വന്നിരിക്കുന്ന ഒരു റിപ്പോർട്ട് പ്രകാരം കനോട്ട് പ്ലേസിൽ പ്രതിഷേധക്കാർ സുരക്ഷാ ഉദ്യോഗസ്ഥരെ ആക്രമിക്കുകയും കല്ലെറിയുകയും ചെയ്തതിന് ശേഷമുള്ള നേരത്തെ പറഞ്ഞതുപോലെയുള്ള ഒരു ഗ്രേഡഡ് അപ്രോച്ചിൻ്റെ ഭാഗമായിട്ടാണ് ഈ പെല്ലറ്റ് ഫയറിംഗ് ഉണ്ടായത് എന്നാണ് ഈ റിപ്പോർട്ടിലെ വിശദീകരണം. ഇനി ഏതെങ്കിലും തരത്തിൽ സേനയുടെ നിർദ്ദേശങ്ങൾക്ക് വിരുദ്ധമായിട്ടാണ് അവിടെ പെല്ലറ്റ് ഫയറിംഗ് നടന്നിരിക്കുന്നത് എങ്കിൽ അതുമായി ബന്ധപ്പെട്ട തെളിവുകൾ ഉണ്ടാകണം, അതിൻ്റെ പേരിൽ അന്വേഷണവും ഉണ്ടാകണം. ഇത് ഒന്നും തന്നെ സുപ്രീം കോടതിയുടെ കണ്ടെത്തലല്ല, മറിച്ച് CRPFൻ്റെ ഇൻറ്റേർണൽ എൻക്വയറിയിൽ നിന്ന് അറിഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ ആധികാരികത എത്രത്തോളമാണ് എന്നതിനെക്കുറിച്ച് നമുക്കറിയില്ല. എന്തായാലും കോടതിയുടെ മുന്നിൽ ഇതെത്തുന്ന ഘട്ടത്തിൽ അതിൽ അനാവശ്യമായിട്ടുള്ള എന്തെങ്കിലും നിർദ്ദേശങ്ങൾ ആരെങ്കിലും നൽകിയിരുന്നതായിട്ടോ നൽകപ്പെട്ടിരുന്ന നിർദ്ദേശങ്ങൾ ആരെങ്കിലും വയലേറ്റ് ചെയ്തതായിട്ടോ ഉണ്ടെങ്കിൽ അവരെ മാതൃകാപരമായിട്ട് ശിക്ഷിക്കാനായിട്ട് കോടതി നിർദ്ദേശിക്കും എന്ന കാര്യത്തിൽ ഒരു തർക്കവും ഉണ്ടാകേണ്ടതില്ല. ഇവിടെ ചുരുക്കത്തിൽ കോടതി പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണ്? ഹർജിക്കാർ അവരുടെ ഹർജി ഭേദഗതി ചെയ്ത് പെല്ലറ്റ് ഗണ്ണുകൾ ഉപയോഗിക്കാൻ അനുവദിക്കുന്ന നിലവിലെ ചട്ടങ്ങളെ നേരിട്ട് ചലഞ്ച് ചെയ്യണം. അതായത് കോടതി പെല്ലറ്റ് ഗണ്ണിൻ്റെ ഉപയോഗം ഒരിക്കലും തെറ്റാണ് എന്ന് പറഞ്ഞിട്ടില്ല, മറിച്ച് നിലവിലെ ഹർജി ആ ചട്ടങ്ങളെ ചോദ്യം ചെയ്യാത്തതിനാൽ അത് അപൂർണമായിട്ടുള്ള ഹർജിയാണ് എന്നാണ് കോടതി പറയുന്നത്. അതുകൊണ്ട് തന്നെ ഏത് സവിശേഷ സാഹചര്യങ്ങളിൽ പെല്ലറ്റ് ഗൺ ഉപയോഗിക്കാം എന്നതുമായി ബന്ധപ്പെട്ട് നിലവിലുള്ള ഗൈഡ് ലൈൻ എന്താണ്, ആ ഗൈഡ് ലൈനിൽ എന്തെങ്കിലും തരത്തിലുള്ള പരിഷ്കാരം വേണമെങ്കിൽ അത് നിർദ്ദേശിക്കണം എന്നാണ്. അതല്ലാതെ ഒരു ബ്ലാങ്കറ്റ് ബാൻ എന്ന രീതിയിലത്തേക്ക് വരുത്താനോ മെറ്റൽ പെല്ലറ്റുകൾ ഉപയോഗിക്കരുത് എന്ന രീതിയിലത്തേക്ക് തങ്ങളുടെ ആവശ്യത്തിനെ പരിമിതപ്പെടുത്തുകയുമല്ല ഈ ഹർജിക്കാർ ചെയ്യേണ്ടത് എന്നാണ് കോടതി അവരെ ഉപദേശിച്ചത്. അത് പറയുമ്പോഴും പെല്ലറ്റ് ഉപയോഗവുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലുള്ള ബൈൻഡിംഗ് ഓർഡറും കോടതിയുടെ ഭാഗത്തു നിന്ന് ഇതുവരെയും ഉണ്ടായിട്ടില്ല. അതായത് പെല്ലറ്റ് നിരോധനത്തിൻ്റെ കാര്യത്തിൽ കോടതി അഭിപ്രായം പറയുന്നില്ല. പെല്ലറ്റ് ഒരു ഗ്രേഡഡ് റെസ്പോൺസിൻ്റെ ഭാഗമായിട്ട് ഉപയോഗിക്കേണ്ടി വരും എന്ന് തന്നെയാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു നിയമപരമായിട്ടുള്ള വസ്തുതയാണ് ചൂണ്ടിക്കാട്ടുന്നത്. കാരണം ഒരു നയത്തിനെതിരെ പൊതുവായിട്ടുള്ള ഒരു നിരോധനം ആവശ്യപ്പെടുന്നതും ആ നയത്തിനെ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി അടിസ്ഥാനപരമായിട്ടുള്ള അതിൻ്റെ റെഗുലേഷൻസിനെ നേരിട്ട് ചോദ്യം ചെയ്യുന്നതും രണ്ടാണ്. ആ രണ്ടാമത്തേതാണ് കൂടുതൽ അഭികാമ്യം എന്നുള്ളതാണ് കോടതി ഇവിടെ നേരെ തന്നെ പറയുന്നത്. അതല്ല എങ്കിൽ ഈ ഹർജിക്കാർ ആവശ്യപ്പെടുന്ന നിയമപരമായിട്ടുള്ള ആവശ്യം അത് ദുർബലമായി പോകുമെന്ന് കോടതി തന്നെ ഒബ്സർവ് ചെയ്യുകയാണിതിൽ. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് ഇതിൽ ആരുടെ ഭാഗത്താണ് നീതി, ഏത് സാഹചര്യത്തിലാണ് പെല്ലറ്റ് ഗൺ ഉപയോഗിക്കേണ്ടി വന്നത്, പെല്ലറ്റ് ഗണ്ണുകൾ ഇനി ഏതൊക്കെ മാർഗ്ഗനിർദ്ദേശങ്ങൾ പ്രകാരം തുടർന്ന് ഉപയോഗിക്കാം തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിൽ നിന്ന് ഡയറക്ഷൻസ് ഉണ്ടാകും. എന്തായാലും നിലവിൽ കേരളത്തിലെ പ്രധാനപ്പെട്ട പല മാധ്യമങ്ങളും മുക്കിയ ഒരു വാർത്തയാണിത്. പെല്ലറ്റ് ഗണ്ണിൻ്റെ ഉപയോഗം കോടതി നിരോധിച്ചിട്ടില്ല. തന്നെയുമല്ല, പെല്ലറ്റ് ഗണ്ണുകൾ അടിയന്തര സാഹചര്യത്തിൽ ഒരു ഗ്രേഡഡ് റെസ്പോൺസ് എന്ന നിലയ്ക്ക് ഉപയോഗിക്കേണ്ടി വരും എന്ന് തന്നെയാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഏതൊരു വിഷയത്തിലും എല്ലായ്പ്പോഴും വളരെ അമിക്കബിളായിട്ടുള്ള ഡയലോഗുകൾ ഉണ്ടാകട്ടെ. പ്രതിഷേധം എന്നത് എപ്പോഴും സമാധാനപരമായിരിക്കട്ടെ. അക്രമ സംഭവങ്ങളിലേക്ക് അതൊരിക്കലും വഴിമാറാതിരിക്കട്ടെ എന്ന് മാത്രം പ്രത്യാശിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്.